രാത്രി 9 മണി. ഒരു ചെറിയ പട്ടണത്തിലെ വീട്. അമ്മയ്ക്ക് പെട്ടെന്ന് ആശുപത്രിയിൽ പോകേണ്ടി വന്നു. കയ്യിലുള്ളത് തികയില്ല. മകൻ ആലോചിക്കുന്നു, ബാങ്കിൽ പോകാം, പക്ഷെ അത് നാളെ രാവിലെ മാത്രമേ തുറക്കൂ. ഫോമുകൾ വേണം, ജാമ്യക്കാരൻ വേണം, ദിവസങ്ങൾ എടുക്കും. തൊട്ടടുത്ത കവലയിൽ ഒരു ഗോൾഡ് ലോൺ കട ഇപ്പോഴും തുറന്നിരിക്കുന്നു. ലൈറ്റ് തെളിഞ്ഞു നിൽക്കുന്നു. അമ്മയുടെ ഒരു മാല എടുത്ത് മകൻ അങ്ങോട്ട് നടക്കുന്നു. അരമണിക്കൂറിനുള്ളിൽ കയ്യിൽ പണം. ഇതൊരു വീട്ടിലെ മാത്രം കഥയല്ല. കേരളത്തിലെ ലക്ഷക്കണക്കിന് വീടുകളിൽ ഈ അതേ രംഗം ഓരോ ദിവസവും ആവർത്തിക്കുന്നു. ചോദ്യം ഇതാണ്, ഈ സൗകര്യത്തിന് അവർ കൊടുക്കുന്ന വില എത്രയാണ്? ആ പണം ആർക്കാണ് പോകുന്നത്? ബാങ്കുകളിൽ മാത്രം കേരളത്തിലെ ജനങ്ങൾ സ്വർണം പണയം വെച്ചെടുത്ത വായ്പ ഏകദേശം 1,50,000 കോടി രൂപ. ഒരു വർഷം കൊണ്ട് 44% വളർച്ച. ഇത് ബാങ്കുകളുടെ കണക്ക് മാത്രമാണ്. കൊച്ചി ആസ്ഥാനമായ മുത്തൂറ്റ് ഫിനാൻസിന്റെ മാത്രം സ്വർണ വായ്പ ഇന്ത്യ മുഴുവനായി ഏകദേശം 1,25,000 കോടി രൂപ വരും. കഴിഞ്ഞ വർഷത്തേക്കാൾ 45% അധികം. തൃശൂർ ആസ്ഥാനമായ മണപ്പുറം ഫിനാൻസിൻ്റേത് മാത്രം ഏകദേശം 51,000 കോടി രൂപ. ഒരു വർഷം കൊണ്ട് ഇരട്ടിയോളം വളർച്ചയോടെ. ഈ രണ്ട് കേരള കമ്പനികളുടെ മാത്രം ദേശീയ കണക്ക് കൂട്ടിയാൽ കേരളത്തിലെ മുഴുവൻ ബാങ്ക് സ്വർണ വായ്പയേക്കാൾ വലുതാണ്. ബാക്കിയുള്ള NBFCകളും ചേർത്താൽ ഈ ബിസിനസ് എത്ര വലുതായിരിക്കും എന്ന് ഊഹിക്കാം. കേരളത്തിലെ ഓരോ വീട്ടിലെയും കടത്തിന്റെ ഏകദേശം 18% സ്വർണ്ണപ്പണയമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ. നമ്മൾ ഇന്ത്യയുടെ ജനസംഖ്യയുടെ 3% മാത്രമാണെങ്കിലും രാജ്യത്തെ സ്വർണ്ണ വിൽപ്പനയുടെ 20% ഇവിടെയാണ്. ഇനി പ്രധാന കാര്യത്തിലേക്ക്. ഒരേ സ്വർണം, ഒരേ ഈട്. ബാങ്കിന് ഏതാണ്ട് ഒരു റിസ്ക്കും ഇല്ലാത്ത വായ്പ. എന്നിട്ടും ഒരു ബാങ്ക് 9 മുതൽ 12% വരെ പലിശ വാങ്ങുമ്പോൾ ഗോൾഡ് ലോൺ NBFCകൾ 12 മുതൽ 24% വരെ വാങ്ങുന്നു. ഇന്ത്യയിലെ സ്വർണ്ണ വായ്പയുടെ പകുതിയിലധികവും നൽകുന്നത് ഈ NBFCകളാണ്. റിസ്ക് ഒന്നുതന്നെ, ചിലപ്പോൾ പലിശ ഇരട്ടിയിലധികം. ഈ വ്യത്യാസത്തിന് ന്യായമായ ഒരു കാരണവുമില്ല. ലക്ഷക്കണക്കിന് ആളുകൾ എന്തുകൊണ്ടാണ് ഇത്രയും കൂടുതൽ കൊടുക്കുന്നത്? കാരണം ഒന്ന്, ലഭ്യതയും സമയവും. കേരളത്തിൽ ബാങ്കുകൾ ധാരാളമുണ്ട്, അത് ശരിയാണ്. പക്ഷേ ആവശ്യം വരുന്ന ആ കൃത്യമായ നിമിഷം, രാത്രിയിലെ ആശുപത്രി ബില്ല്, പെട്ടെന്നൊരു ആവശ്യം, അപ്പോൾ ബാങ്ക് അടുത്തുണ്ടാവില്ല, തുറന്നിരിക്കില്ല. ഗോൾഡ് ലോൺ കട തൊട്ടടുത്താണ്, വൈകിയും തുറന്നിരിക്കും. ചിലർ വീട്ടിൽ വരെ വന്ന് പണം തരും. ഗ്രാമങ്ങളിൽ ഈ വ്യത്യാസം ഇനിയും വലുതാണ്. കാരണം രണ്ട് രേഖകളും കാത്തിരിപ്പും. ബാങ്കിൽ ഫോമുകൾ, വരുമാന തെളിവ്, ജാമ്യക്കാർ, ദിവസങ്ങളുടെ കാത്തിരിപ്പ്. ഗോൾഡ് ലോൺ കടയിൽ സ്വർണം കാണിച്ചാൽ മതി, മിനിറ്റുകൾക്കകം പണം. വേഗതയ്ക്ക് വേണ്ടി ആളുകൾ ന്യായമായ പലിശ ഉപേക്ഷിക്കുന്നു, പലപ്പോഴും അതിൻ്റെ യഥാർത്ഥ വില എത്രയാണെന്ന് അറിയാതെ തന്നെ. ഏറ്റവും അത്യാവശ്യമുള്ളവർ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്ന അതേ ആളുകളായി മാറുന്നു. ഈ വ്യത്യാസം NBFCകൾക്ക് വലിയ ലാഭമാണ്. കടം കൊടുക്കുമ്പോൾ കിട്ടുന്ന പലിശയും പണം സ്വരൂപിക്കാൻ വരുന്ന ചെലവും തമ്മിലുള്ള വ്യത്യാസമാണ് അവരുടെ നെറ്റ് മാർജിൻ. മുത്തൂറ്റ് ഫിനാൻസിന്റെ നെറ്റ് മാർജിൻ മാത്രം ഏകദേശം 11 മുതൽ 12% വരെ വരും. ഏതാണ്ട് 0 റിസ്ക്കുള്ള ഒരു വായ്പയ്ക്ക് ഇത്രയും വലിയ നെറ്റ് മാർജിൻ. അവരുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പോലും വളരെ കുറവാണ്. അതായത് ഈ ഉയർന്ന പലിശയ്ക്ക് ചെലവിൻ്റെ ന്യായീകരണമില്ല. ചെലവ് കുറവായിട്ടും വില കൂടുതൽ വാങ്ങുന്നു. അത്യാവശ്യ നിമിഷത്തിൽ വേറെ വഴിയില്ലാത്ത ഒരാളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന അധിക ലാഭമാണിത്. ഇതിനെയാണ് ചൂഷണം എന്ന് പറയുന്നത്. ഈ കമ്പനികൾ കടം കൊടുക്കുന്ന പണം എവിടെ നിന്നാണ് വരുന്നതെന്ന് നോക്കാം. പല വഴികളുണ്ട്. 1. ബാങ്കുകളിൽ നിന്നുള്ള വായ്പ. 2. പൊതുജനങ്ങളിൽ നിന്ന് നേരിട്ട് പണം സമാഹരിക്കുന്ന ഒരു ബോണ്ട്. പൂർണ്ണരൂപത്തിൽ നോൺ കൺവേർട്ടിബിൾ ഡിബഞ്ചർ, ചുരുക്കത്തിൽ NCD എന്ന് പറയും. ഓഹരിയായി മാറ്റാൻ പറ്റാത്ത, ഫിക്സഡ് ഇൻട്രസ്റ്റ് തരുന്ന ഒരു ബോണ്ടാണിത്. ഇത് NBFC മേഖലയുടെ ബോറോയിങ്ങിൻ്റെ ഏകദേശം 28% വരും. 3. സ്വർണ്ണ വായ്പകൾ പൂൾ ചെയ്ത് ബാങ്കുകൾക്ക് വിൽക്കുന്ന സെക്യൂരിറ്റൈസേഷൻ എന്ന രീതി. നാലാമത്തെ വഴിയാണ് ഏറ്റവും കൗതുകകരം. ചില ബാങ്കുകൾ സ്വന്തമായി ബ്രാഞ്ച് ഉണ്ടാക്കുന്നതിനു പകരം നേരിട്ട് ഈ NBFCകളുമായി ഒരുമിച്ച് ചേർന്ന് വായ്പ കൊടുക്കുന്ന ഒരു കരാറിൽ ഏർപ്പെടുന്നു. ഇതിനെ കോലെൻഡിംഗ് എന്ന് പറയും. ഇതിൽ ഒരു വായ്പയുടെ 80% വരെ ബാങ്കിന്റെ സ്വന്തം കുറഞ്ഞ കോസ്റ്റിലുള്ള പണമാണ്, ബാക്കി NBFCയുടേത്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, മുത്തൂറ്റ് ഫിൻകോർപ്പുമായി കൃത്യമായി സ്വർണ്ണ വായ്പയ്ക്ക് വേണ്ടി തന്നെ ഇത്തരം ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ട്. അതായത് ബാങ്ക് അതിൻ്റെ ബ്രാഞ്ച് നെറ്റ്വർക്ക് NBFCയിൽ നിന്ന് വാടകയ്ക്ക് എടുക്കുന്നു എന്ന് പറയാം. ബാങ്കിന്റെ പണം തന്നെ, കടയുടെ പേരിൽ, കടയുടെ നിരക്കിൽ. ഇവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. സാധാരണക്കാരൻ തന്നെ തൻ്റെ സമ്പാദ്യം ഈ NCDകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഏകദേശം 10% പലിശയ്ക്ക് ഈ ബിസിനസ്സിന് പണം നൽകുന്നു. അതേ ബിസിനസ്സിൽ നിന്ന് തന്നെ ആവശ്യം വരുമ്പോൾ 18 മുതൽ 24% വരെ പലിശയ്ക്ക് അയാൾ കടം വാങ്ങുന്നു. നടുവിലുള്ള വ്യത്യാസം മുഴുവൻ NBFC സൂക്ഷിക്കുന്നു. ₹1 ഇറങ്ങിപ്പോകുന്നു നിക്ഷേപമായി, തിരിച്ചു വരുന്നു കടമായി. 2 തവണയും ലാഭം NBFCക്ക്. ഇതിൻ്റെ വലുപ്പം നോക്കാം.
ബാങ്കുകൾ വഴി മാത്രമുള്ള 1,50,000 കോടി രൂപയ്ക്ക് ഏകദേശം 14% ശരാശരി പലിശ കണക്കാക്കിയാൽ കേരള കുടുംബങ്ങൾ ഒരു വർഷം കൊടുക്കുന്ന പലിശ ഏകദേശം 20,000 കോടി രൂപ വരും. NBFCകളുടെ വലിയ വിഹിതം കൂടി ചേർത്താൽ ഇത് ഇനിയും കൂടും. ബാങ്ക് നിരക്കിന് പകരം NBFC നിരക്കിൽ കടം വാങ്ങുന്നത് കൊണ്ട് മാത്രം ജനം അധികമായി കൊടുക്കുന്നത് ഏകദേശം 8,000 കോടി രൂപയോളം വരും ഒരു വർഷം. ഇത് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്ന തുകയാണ്. അതായത് കേരള കുടുംബങ്ങളുടെ കയ്യിൽ നിന്ന് വർഷം തോറും ഒഴുകിപ്പോകുന്ന 8,000 കോടി രൂപ യാതൊരു അധിക ചെലവുമില്ലാതെ ഈ ബിസിനസ് സ്വന്തമാക്കുന്നു. ഇത് വെറും അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതല്ല. വൈകിയാൽ കൂടുതൽ കൊടുക്കേണ്ടി വരുന്ന രീതിയിലാണ് ചില പതിവുകൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഗഡു വൈകിയാൽ യഥാർത്ഥ പലിശയ്ക്ക് പുറമെ ചില കമ്പനികളിൽ കൊല്ലത്തിൽ 7% വരെ അധിക പിഴപ്പലിശ വീഴും. സ്വർണത്തിന്റെ വില നിശ്ചയിക്കുന്നതിലും മുൻപ് വ്യക്തതക്കുറവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ കടം വാങ്ങുന്നയാൾ വില നിശ്ചയിക്കുന്ന സമയത്ത് നേരിട്ട് ഹാജരാവണം എന്ന് പുതിയ ചട്ടം തന്നെ കൊണ്ടുവരേണ്ടി വന്നത്. തിരിച്ചടച്ചില്ലെങ്കിൽ സ്വർണം ലേലം ചെയ്യും. മുൻപ് ഈ ലേലത്തിന് ഒരു കുറഞ്ഞ വില പരിധി പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വിപണി വിലയുടെ 90%-ൽ താഴെ ലേലം ചെയ്യാൻ പാടില്ല എന്നായി. ലേലം കഴിഞ്ഞ് ബാക്കി വരുന്ന തുക തിരിച്ചു കൊടുക്കാതിരിക്കുന്നതും തിരിച്ചടച്ചാൽ പോലും സ്വർണം വൈകി തിരിച്ചു കൊടുക്കുന്നതും ഇത്രയധികം സാധാരണമായിരുന്നു എന്നതിനാലാണ് വൈകിയാൽ ഒരു ദിവസത്തിന് 5,000 രൂപ നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് വരെ റിസർവ് ബാങ്കിന് ചട്ടം കൊണ്ടുവരേണ്ടി വന്നത്. ഇത്രയും കടുത്ത നിയന്ത്രണങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ കൊണ്ടുവരേണ്ടി വന്നു എന്നത് തന്നെ ഈ കെണികൾ എത്ര യാഥാർത്ഥ്യമായിരുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ 20 സ്വർണ്ണ വായ്പ കമ്പനികളിൽ 14 ആസ്ഥാനം കേരളത്തിലാണ്. മുത്തൂറ്റും മണപ്പുറവും ചേർന്ന് NBFC സ്വർണ്ണ വിപണിയുടെ ഏകദേശം 90% കൈയടക്കുന്നു. രണ്ടും കേരളത്തിൽ നിന്ന്. ശാഖകളുടെ എണ്ണം നോക്കിയാൽ മുത്തൂറ്റ് ഫിനാൻസ് മുന്നിൽ, ഏകദേശം 7,600 ശാഖകൾ. തൊട്ടുപിന്നാലെ മണപ്പുറം ഫിനാൻസ്, ഏകദേശം 5,350 ശാഖകൾ. മൂന്നാമത് മുത്തൂറ്റ് ഫിൻകോർപ്പ്, ഏകദേശം 3,600 ശാഖകൾ. പിന്നാലെ കൊസമറ്റം ഫിനാൻസ് ഏകദേശം 1,000-ഓളം ശാഖകളുമായും മുത്തൂറ്റ് മിനി ഫിനാൻഷ്യൽസ് 900-ലധികം ശാഖകളുമായും KLM ആക്സിവ ഫിൻവെസ്റ്റ് 650-ഓളം ശാഖകളുമായും പട്ടികയിലുണ്ട്. ഇവയെല്ലാം കേരളത്തിൽ നിന്ന് തന്നെ. ആ അമ്മയുടെയും മകന്റെയും അതേ സാഹചര്യത്തിൽ നമ്മൾ ആരും വന്നേക്കാം. അപ്പോൾ ഓർക്കേണ്ടത്, അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്ക് ആദ്യം ബാങ്ക് നോക്കുക. കയ്യിൽ ഒരു എമർജൻസി ഫണ്ട് കരുതുക. എങ്കിൽ 24%-ന്റെ വാതിലിലേക്ക് നിർബന്ധിതരാവേണ്ടി വരില്ല. കടം വാങ്ങുന്നെങ്കിൽ തിരിച്ചടക്കാൻ കഴിയുന്നത് മാത്രം കുറഞ്ഞ കാലയളവിൽ കൂടിയ പലിശ തരുന്ന NCD കണ്ടാൽ അത് കൂടിയ റിസ്കിന്റെ അടയാളം കൂടിയാണ് എന്നും ഓർക്കുക. സ്വർണ്ണപ്പണയം ആവശ്യമുള്ളപ്പോൾ സഹായിക്കുന്നു എന്നത് സത്യമാണ്. പക്ഷേ ആ സഹായത്തിന് ഇന്ന് നമ്മൾ കൊടുക്കുന്ന വില പലപ്പോഴും ആവശ്യമില്ലാത്തത്ര കൂടുതലാണ്. അതാണ് ഈ വീഡിയോ പറഞ്ഞത്. ഈ വീഡിയോ പൊതുവായ വിവരങ്ങൾ മാത്രമാണ്, സാമ്പത്തിക ഉപദേശമല്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ സാമ്പത്തിക വിചാരം സബ്സ്ക്രൈബ് ചെയ്യുക.